ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റം തയ്യാറാക്കാം. 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുറച്ച് ബ്രെഡും വളരെ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണിത്. നന്നായിട്ടൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്, പച്ചമണം മാറുന്നത് വരെ ഇളക്കിയാൽ മതി. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതും ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഞാൻ ഗ്രീൻ പീസ് ഉപ്പിട്ടാണ് വേവിച്ചത്. ഉരുളക്കിഴങ്ങിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 100 ഗ്രാം ചിക്കൻ വേവിച്ച് പൊടിച്ചെടുത്തതാണ്. ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് വേവിച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി വെള്ളം നനവെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിളക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ബ്രെഡാണ് ആവശ്യത്തിന് വേണ്ടത്. ബ്രെഡ് ഒരു 10 മുതൽ 12 പീസ് വരെ എടുക്കുക. ഇതുപോലെ വട്ടത്തിനൊന്ന് മുറിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ഉരുള മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഈ വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ബർഗറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ വന്ന് മടക്കി തയ്യാറാക്കുക. രണ്ട് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾക്കിടയിൽ ഈ മസാല വെച്ച് ഫില്ലിങ് വെച്ച് തയ്യാറാക്കുക. ഇനി ബാക്കി വന്ന ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ മുട്ട 2 നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 7 എണ്ണം ചെയ്യാനാണെങ്കിൽ 4 മുട്ടയെങ്കിലും വേണ്ടി വരും. ഇവിടെ 2 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിട്ട് എല്ലാ സൈഡും ഒന്ന് മുക്കിയെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീഡിയം ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിയുന്നതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക. ഇനി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 3 മുതൽ 4 മിനിറ്റ് കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നോമ്പ് തുറയ്ക്കൊക്കെ കിടിലനൊരു പലഹാരമാണ്. അപ്പോൾ ഇത് സൽക്കാരങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ചായ കുടിക്കും, 4 മണിക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ഇതിന് വേറൊരു രീതിയിലും കൂടി ചെയ്തെടുക്കാം. നമുക്ക് വളരെ എണ്ണ കുറച്ച് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഞാനൊരു പാനിൽ വളരെ കുറച്ച് എണ്ണ ഒന്ന് തടക്കി കൊടുത്ത ശേഷം ഇതൊന്ന് മറിച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ഒന്ന് ഇട്ടെടുക്കുക. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ ഒട്ടും എണ്ണയില്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ രുചിക്ക് വലിയ മാറ്റമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ്. അകത്തെ ആ മസാലയുടെ ടേസ്റ്റ് എന്തായാലും മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.